മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തുന്ന പുതിയ സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ ആരാധകർ മാത്രമല്ല, സിനിമാ പ്രേമികൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് കളങ്കാവൽ. സിനിമയുടെ വളരെ രസകരമായ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ പേരും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കളങ്കാവൽ എന്ന പേര് എങ്ങനെ ഈ സിനിമയ്ക്ക് വന്നുവെന്നും എന്താണ് ഈ പേരിന്റെ പ്രസക്തി എന്നതും പലർക്കും പിടികിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അമ്പലങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ. എന്താണ് അപ്പോൾ കളങ്കാവൽ? ഉഗ്രരൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ദേവീ ക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ. തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിലാണ് ഈ ചടങ്ങ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത്. തിരുവനന്തപുരം വെള്ളയാണി ക്ഷേത്രത്തിലെ കാളിയൂട്ടുത്സവം, പാച്ചല്ലൂർ, ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളിലെ കളങ്കാവൽ ചടങ്ങ് ഇതൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകാത്മക ചടങ്ങാണിത്. കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തി ദാരികനെ തിരയും. ചിരിച്ചും ആക്രോശിച്ചും നിലവിളിച്ചും ബഹളം വെച്ചും ഭക്തർക്കിടയിലേക്ക് തങ്ക തിരുമുടിയുമായി എത്തുന്ന ദേവി എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഉത്സവം നടക്കുമ്പോൾ പുറത്തിറങ്ങുന്ന ദേവി ഭക്തർക്കൊപ്പം ഊരു ചുറ്റാൻ ഇറങ്ങുന്നു. ഉത്സവത്തിന്റെ ആദ്യ നാൾ പുറത്തിറങ്ങുന്ന ദേവി മേടം 10-ന് ദാരിക നിഗ്രഹത്തിന് ശേഷം ആറാട്ട് കഴിഞ്ഞ് ശ്രീകോവിലിൽ കയറും. ഈ നാളുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ദേവി ഇരിക്കുക. 4 ദിക്കുകളിലും ദേവി ദാരികൻ എന്ന അസുരനെ തിരയുന്ന ചടങ്ങാണ് ദിക്കുബലി. ഇതിനായി ഇറങ്ങുന്ന ദേവിക്ക് ഭക്തർ വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പുരയിൽ ഇരുത്തി പൂജ നൽകുന്നു. ഇനി ദിക്കുബലി കഴിഞ്ഞെത്തിയാൽ ദേവീ സന്നിധിയിൽ കളങ്കാവൽ, പപ്പരുകളി, മാറ്റുവീഴ്ച ചടങ്ങുകൾ നടക്കും. പിന്നീട് ക്ഷേത്രത്തിന് പുറത്ത് വയലിൽ തയ്യാറാക്കിയ അണിയറപ്പുരയിൽ ദേവി വിശ്രമിക്കുകയും ചെയ്യും. ദാരികനെ കണ്ടെത്താനുള്ള മാർഗം അവിടെ ഇരുന്നാണ് ദേവി ആലോചിക്കുക. 4 ദിക്കുകളിലും ദാരികനെ തിരയുന്ന ദേവി കൊയ്ത്തു കഴിഞ്ഞ 4 വയലുകളിൽ കളങ്കാവൽ നടത്തും. 5000-ഓളം വീടുകളിലാണ് ദേവി ഈ സമയത്ത് പോകുന്നത്. ഒരു വീട്ടിലെ പൂജ 20 മിനിറ്റോളം നീളും. വീടുകൾ പെയിന്റടിച്ചും മറ്റും വൃത്തിയാക്കിയാണ് ദേവിയെ ഭക്തർ സ്വീകരിക്കുക. ബന്ധുക്കളും അയൽക്കാരും അടക്കം ഒത്തുകൂടും. സംതൃപ്തിയോടെ ദാരിക നിഗ്രഹം നടത്തി ദേവി തിരിച്ചു കയറുന്നതോടെ ഉത്സവം അവസാനിക്കുകയും ചെയ്യും. ഇനി വെള്ളിത്തിരയിലേക്ക് വന്നാൽ കളങ്കാവൽ ത്രില്ലർ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. മമ്മൂട്ടിക്കൊപ്പം വിനായകനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയിൽ വില്ലൻ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. വ്യത്യസ്ത ലുക്കിലാണ് മമ്മൂട്ടി കളങ്കാവലിൽ എത്തുന്നത്. മമ്മൂട്ടി ധാരികനും വിനായകൻ ഭദ്രകാളിയുമാവുമോ എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. നൻപകൽ നേരത്ത് മയക്കം, കാതൽ, റോഷാക്ക്, കണ്ണൂർ സ്കോഡ്, ടർബോ, ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ് കളങ്കാവൽ. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഫൈസൽ അലി ക്യാമറ, പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗ്, മുജീബ് നജീബ് സംഗീതം എന്നിവ നിർവഹിക്കുന്നു.